എൻ്റെ ചെറുപ്പകാലം, എൻ്റെ ബാല്യകാലം, എൻ്റെ ഉമ്മയുടെ പിതാവ് ചേളാരിയിലുള്ള മന്നാർ അബ്ദുൽ ഖാദർ ഹാജിയുടെ വീട്ടിലിരിക്കുമ്പോൾ 70കളിലും 80കളിലുമൊക്കെ AP അബൂബക്കർ ഉസ്താദ് ഷെയ്ഖുന, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ കാലം, 45-50 വയസ്സിൽ നിൽക്കുന്ന കാലം. അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളുടെ പിതാവ് സയ്യിദ് അഹമ്മദ് ബുഖാരി തങ്ങൾ, അതേപോലെ തന്നെ മറ്റ് PMS പൂക്കോയ തങ്ങളും ബാഫക്കി തങ്ങളുടെയും ഒക്കെ ഒരു കാലമാണ്. ഒരു ത്യാഗത്തിന്റെ കാലമായിരുന്നു അത്. അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ പണവുമെല്ലാം ഒരു ത്യാഗത്തിന് അവർ കൊടുത്തു. ആ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ കണ്ണിയിലെ ഒരു നേതാവേ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ. അത് ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാണ്. ആ നേതാവിരിക്കുന്ന വേദിയിൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഞാൻ വന്ന് നിൽക്കുന്നെങ്കിൽ 45 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ എൻ്റെ വല്ലുപ്പട പൊരുത്തവും ഞാൻ കാണുകയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഷെയ്ഖുനയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാക്കളെന്ന പേരോട് ഉസ്താദ് വിദ്യാർത്ഥിയായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ മാമമാർ രണ്ടുപേരോട് ഇരിപ്പുണ്ട്, വിദ്യാർത്ഥിയായിരുന്നു. ആ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഉസ്താദിന്റെ സുഹൃത്തിന്റെ കൂടെ ഇരുന്ന 2 പേരക്കുട്ടികൾ, ഒരാൾ ഞാനായിരുന്നു. ആ പേരക്കുട്ടിക്ക് ഉസ്താദിനോടൊപ്പം വന്ന് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത്, അള്ളാഹു ഒരു തീരുമാനമാണ്, ഒരു നിമിത്തമാണ് ഇവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളത്. പിന്നീട് ഒരിക്കല് ഷെയ്ഖുന അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന അവരുടെ നേതൃത്വത്തിലും ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുമുള്ള മഅ്ദിൻ അക്കാഡമിയിൽ പോയി കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നോടൊപ്പം ഗൾഫാർ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു, തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ലോകം മുഴുവനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളെക്കുറിച്ചും ബോധ്യമുള്ള ഒരു നേതൃത്വം ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചാൽ ആ ഗ്രാമം എത്രത്തോളം ഉയരുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ കാണുന്ന സ്ഥാപനം. അവിടുത്തെ വിദ്യാർത്ഥികൾ ജർമ്മൻ ഭാഷയിൽ പ്രസംഗിച്ചു, ഫ്രഞ്ച് ഭാഷയിൽ പ്രസംഗിച്ചു, ഗ്രീക്ക് ഭാഷയിൽ പ്രസംഗിച്ചു, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചു. ലോകത്തോട് സംവദിക്കാനാണ് ഷെയ്ഖുന നമ്മളെ പഠിപ്പിച്ചത്. ലോകത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനം, മനുഷ്യർക്ക് വേണ്ടി എന്ന പ്രവർത്തനം